ഹലോ, ഇന്നത്തെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റിയും അതേസമയം ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി മുറിച്ചതാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയും ഓരോ ടീസ്പൂൺ വീതം ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്, അത് 1/2 ടീസ്പൂൺ. പിന്നെ സുർക്ക 1 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോയാ സോസ് ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഉപ്പ് കുറച്ചിട്ടാൽ മതിയാവും. സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഇപ്പോൾ ഞാനിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഒരു വെള്ള കളറാവുന്നത് വരെ നമുക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഒരു 20 മിനിറ്റൊക്കെ വേവാൻ വേണ്ടി വരും. അതേ സമയം തന്നെ നമുക്ക് മറ്റൊരു അടുപ്പത്ത് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് അതിൻ്റെ മൈദേൻ്റെ ഒരു റോ സ്മെല്ല് പോകുന്നത് വരെ ഇളക്കുക. അതിനുശേഷം 1 കപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക. തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഒരു നല്ല തിക്കാവുന്നത് വരെ, നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവം ആകുന്നത് വരെ ആക്കി കൊടുക്കുക. എന്നിട്ട് അവസാനമായിട്ട് ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തിക്ക് ക്രീം ചേർക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കിക്കോളും. ഇനി നമ്മൾ മറ്റേ അടുപ്പത്തുള്ള ചിക്കൻ ഇതാ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് നമ്മളെ സ്പാച്ചിലുകൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വൈറ്റ് സോസ് റെഡിയാക്കിയത് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് അത്യാവശ്യം ആയി വന്നിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സമൂസൻ്റെ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയുള്ള പശ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് ബാറ്റർ ഉണ്ടാക്കി എടുത്തതാണ്. ഇനി നമ്മൾ സമൂസ ഷീറ്റ് എടുക്കുക. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഒരുപാട് ആൾക്കാർ ഒരാഴ്ച കൊണ്ട് തന്നെ 60,000 വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ഞാനിവിടെ കാർഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ക്രോസാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് വെക്കുക കേട്ടോ ഫില്ലിങ്, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ മടക്കിയെടുക്കുക. ആദ്യം ഒരു സൈഡിലേക്ക് മടക്കുക. ഇനി നമുക്കിതൊരു ബോക്സ് പോലെയാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ മിഡിലേക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ മൈദൻ്റെ പശയില്ലേ, അത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിലൂടെ ഓയിൽ കയറിയിട്ട് ഓയിൽ കുടിക്കും സമൂസ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ബോക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ക്രീമി ചിക്കൻ ബോക്സോ അല്ലെങ്കിൽ പാർസൽസ് എന്നൊക്കെ പറയുന്ന അത് റെഡി ആയിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ആവശ്യമുണ്ടാകുമ്പോൾ എടുത്ത് പൊരിക്കുക. ഞാനിപ്പോൾ തന്നെ എന്തായാലും പൊരിച്ചെടുക്കുകയാണ്. ഉണ്ടാക്കിയ ഉടനെ തന്നെ പൊരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സ് ഇട്ട് കൊടുക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് പൊരിച്ച് കോരാം. ഇത് മുങ്ങി പൊരിയണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ക്രീമിയാണ്, അതേസമയം നല്ല ക്രഞ്ചിയാണ് ഔട്ട് സൈഡ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.